നിങ്ങളുടെ സ്റ്റോക്ക് നിക്ഷേപങ്ങളോ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ സാധാരണ ബാങ്ക് ഡെപ്പോസിറ്റുകളൊക്കെയോ നിങ്ങളുടെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയതിന് ശേഷം കൃത്യമായിട്ടുള്ള ആളുകൾക്ക് കൈമാറ്റപ്പെടുക എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. അതിനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഞങ്ങളുടെ വാട്സപ്പ് സർവീസ് ആയിട്ടുള്ള ആസ്ക് റുപ്പിമംഗ് സർവീസിലേക്ക് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കോള് ഈ അടുത്ത് വരികയുണ്ടായി. നമ്മുടെ ആസ്ക് റുപ്പിമംഗ് സർവീസിന്റെ പെയ്ഡ് മെമ്പർ ആയിട്ടുള്ള ഒരാള്, കുറച്ച് പ്രായമുള്ള ഒരാളായിരുന്നു, ഒരു 70ഓളം വയസ്സുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകൻ ആണ് ആ കോൾ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ അസറ്റ്സ് ഒക്കെ എങ്ങനെ ഈ മകനും മറ്റൊരു മകളും കൂടെ ഉണ്ട്, അവർക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള അതിൻ്റെ ഒരു ഡയറക്ഷൻ കിട്ടുന്നതിനായിട്ടാണ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്തത്. അവർക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കൊടുക്കുകയും ചെയ്തു. ചില കാര്യങ്ങളിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമായിരുന്നു. എങ്കിലും ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് കടമ്പകൾ കടന്നിട്ടാണ് ഈ പൈസയൊക്കെ കൃത്യമായിട്ട് കിട്ടിയത്. അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, റുപ്പിമംഗിന്റെ സബ്സ്ക്രിപ്ഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും, ഫിനാൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മളുടെ നിക്ഷേപങ്ങൾ എന്തൊക്കെയാണ്, നമ്മളുടെ ലയബിലിറ്റീസ് അല്ലെങ്കിൽ കടങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെ നമുക്ക് പൈസ തരാനുണ്ട്, ആരൊക്കെ പൈസ കൊടുക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുന്നത് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ, ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് RBIയുടെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് അനാഥരായിട്ട് ഉള്ള അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ ഓർഫൻഡ് അക്കൗണ്ടുകളിൽ കിടക്കുന്നത് എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് കോടി രൂപ, 1000 രൂപയല്ല, കോടി രൂപയല്ല, ആയിരക്കണക്കിന് കോടി രൂപയാണ് കിടക്കുന്നത്. അപ്പൊ അതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആള് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അവരുടെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്കോ പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളെ പറ്റിയും ഇദ്ദേഹത്തിന്റെ സ്റ്റോക്കുകളെ പറ്റിയും ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ പറ്റിയൊക്കെ മക്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഇദ്ദേഹം ചെയ്ത ചെറിയ ചില മിസ്റ്റേക്കുകളുണ്ട്. അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ബാങ്ക് അക്കൗണ്ടുകളിൽ എന്തുണ്ടായില്ല, നോമിനിയെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ നോമിനിയെ വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളത് നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പലരും അശ്രദ്ധ മൂലം അത് ചെയ്യാതിരിക്കുകയോ ചെയ്താൽ തന്നെ കൃത്യമല്ലാത്ത രീതിയിൽ ചെയ്യുകയോ ചെയ്യാണ് പതിവ്. ചിലര് വീട്ടിലൊക്കെ വിളിക്കുന്ന പേരുകളൊക്കെയാണ് നോമിനിയായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷെ ബാങ്കിന് നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് ബാങ്ക് അതിന്റെ അനന്തരാവകാശിക്ക് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നോമിനേഷൻ ഇൻഫർമേഷൻ കൃത്യമായിരിക്കണം. അത് നോമിനി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പൈസ കൃത്യമായിട്ടുള്ള കൈകളിൽ എത്തിക്കാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരാള് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നോമിനിക്ക് എല്ലാ പൈസയും കിട്ടുമെന്നല്ല. സാധാരണഗതിയിൽ നോമിനി ആയിട്ടുള്ള ആള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ തന്നെയായിരിക്കും. അതായത് മകന്റെ പേരായിരിക്കും അച്ഛന്റെ അക്കൗണ്ടിൽ, അല്ലെങ്കിൽ അമ്മയുടെ പേരായിരിക്കും അച്ഛന്റെ അക്കൗണ്ടിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ മിക്കവാറും കേസിന് നോമിനിയും പൈസ കിട്ടേണ്ട ആളും ഒരാളാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രശ്നമില്ല. പക്ഷെ ഈ നോമിനിയുടെ പേര് തെറ്റുക, നോമിനി ഇല്ലാതിരിക്കുക ഒക്കെ വന്നു കഴിഞ്ഞാൽ ബാങ്കിന് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ പൈസ കൊടുക്കാൻ പറ്റുള്ളൂ. അതിന് സാധാരണ ബാങ്കുകൾ ചോദിക്കുന്ന ഒരു ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മളുടെ ലീഗൽ ആയിട്ടുള്ള ഹയർസ് ആരാണ് എന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ്. ഫാമിലിയിലെ ഫാദർ മരിച്ചു കഴിഞ്ഞാൽ ലീഗൽ ഹയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ, അവർക്ക് മക്കള് എന്നുള്ള രീതിയിലാണ് അല്ലെ. ഇപ്പോ ഒരു മകൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകന്റെ ഭാര്യ, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. അപ്പൊ ഈ കാര്യങ്ങള് സൂചിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് റെക്കോർഡാണ് ഈ സക്സഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ വരുന്നത്. അത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും ഒക്കെ കുറച്ച് കയറി ഇറങ്ങി ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഈ ഹയർഷിപ്പ്
ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. എങ്കിലും അത് കൊടുത്ത് കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നോമിനേഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിനും പോകേണ്ടി വരുന്നില്ല. ഡെപ്പോസിറ്റർ മരിച്ചു എന്നും അവരുടെ നോമിനി ഇന്നാളാണെന്നും തെളിയിക്കുന്ന രേഖകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കിന് നോമിനിക്ക് ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് വിട്ടുകൊടുക്കാം. പക്ഷെ നോമിനി ഇല്ലാത്ത അല്ലെങ്കിൽ നോമിനി തെറ്റായിട്ടുള്ള രീതിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നത് ഇദ്ദേഹം ചെയ്യാതിരുന്നതാണ്. അത് വില്ലുകൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. വിൽപത്രം എഴുതി വെക്കുക, എഴുതി രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. വിൽപത്രം എഴുതി സൂക്ഷിക്കുന്നത് പ്രത്യേകിച്ചും ഒരു റിയൽ എസ്റ്റേറ്റ് പോലുള്ള സെറ്റുകൾ ഒക്കെ കാര്യമായിട്ടുള്ള ആളുകളൊക്കെ വിൽപത്രം എഴുതി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ ഇതിന്റെ ഒരു ഭാഗം വെപ്പ് കൃത്യമായിട്ട് നടക്കുന്നതിന് വിൽപത്രം പോലുള്ള ഡോക്യുമെന്റുകൾ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 4 മക്കളുണ്ട്, അവർക്ക് അതിലെ മൂത്ത ആൾക്ക് കുറച്ചധികം പൈസ കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ചധികം അസറ്റുകൾ കൊടുക്കണം, ബാക്കി ആളുകൾക്ക് ഒരേ രീതിയിലും കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൽപത്രം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും എഗ്രി ചെയ്തിട്ടുള്ള മിക്കവാറും ഒരേ പ്രൊപ്പോർഷനിൽ ആയിട്ടായിരിക്കും കൊടുക്കേണ്ടി വരിക. അപ്പൊ വിൽപത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷെ വിൽപത്രം എഴുതി സൂക്ഷിക്കുന്നത് വളരെ റയറാണ് എന്നുള്ളതാണ്. വിൽപത്രം എഴുതുമ്പോഴായാലും കൃത്യമായിട്ട് ഒരു ഡോക്ടറും ഒരു അഡ്വക്കേറ്റും ഒക്കെയുള്ള ആളുകൾ സാക്ഷികളായിട്ടുള്ള ഒരു വിൽപത്രം ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടും ഏറ്റവും പ്രോപ്പറായിട്ട് നടക്കുന്നതിന് ചെയ്യേണ്ടത്. നോമിനേഷൻ മസ്റ്റ് ആയിട്ടുണ്ടാവണം. പിന്നെ കാര്യങ്ങള് നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വരണം. അല്ലെങ്കിൽ അവർക്ക് അറിവിനെ കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവണം. മൂന്നാമത്തേത്, ഇതൊന്നുമില്ലെങ്കിൽ വിൽപത്രമെങ്കിലും ഉണ്ടാവണം. ഇനി മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യത്തിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലവര് ജോയിന്റ് അക്കൗണ്ട് എടുക്കും അല്ലെ. അതായത് മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങുന്നത് 2 പേരുടെ പേരിലായിട്ടായിരിക്കും. അപ്പോൾ അതിന് എപ്പോഴും ഒരു പ്രൈമറി ആയിട്ടുള്ള അക്കൗണ്ട് ഹോൾഡർ ഉണ്ടായിരിക്കും, സെക്കൻഡറി ആയിട്ടുള്ള അക്കൗണ്ട് ഹോൾഡർ ഉണ്ടായിരിക്കും. പ്രൈമറി ആയിട്ടുള്ള അക്കൗണ്ട് ഹോൾഡർ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള അക്കൗണ്ട് ഹോൾഡറിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡറി ആയിട്ടുള്ള അക്കൗണ്ട് ഹോൾഡറാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള അക്കൗണ്ട് ഹോൾഡർക്ക് പകരം മറ്റൊരാളെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഒരു ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആക്കി മാറ്റുകയോ ഒക്കെ ചെയ്യാം. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളിലെ നോമിനി ഉള്ള ഒരു അവസ്ഥയാണെങ്കിൽ നോമിനിക്ക് ഈ ഇൻവെസ്റ്റർ എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷനുകൾ കൊടുക്കുകയും ഈ ആരുടെ പേരിലേക്കാണോ മാറ്റേണ്ടത് അവരുടെ KYC ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്താൽ അവരുടെ പേരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ നോമിനേഷനുള്ള ആളുകളുടെ നോമിനേഷനുള്ള പോളിയോയിലുള്ള ഗുണം. നോമിനേഷൻ ഇല്ലാത്ത പോളിയോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സക്സഷൻ സർട്ടിഫിക്കറ്റ് പോലുള്ള ഡോക്യുമെന്റുകളും ഇതിന് അല്ലെങ്കിൽ കോടതി രേഖകളൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ അത്തരം ഒരു കോംപ്ലിക്കേഷനുകൾ ഒഴിവാക്കുന്നതിനായിട്ട് പരമാവധി നോമിനേഷൻ കൊടുക്കുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. നോമിനേഷൻ കൊടുക്കുമ്പോഴായാലും കൃത്യമായിട്ടുള്ള പേരുകൾ, കൃത്യമായിട്ടുള്ള അഡ്രസ്സ്, കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് കൊടുക്കുക. അല്ലാതെ പേരിന് വേണ്ടി എന്തെങ്കിലും ഒരു നോമിനി കൊടുക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി സ്റ്റോക്കുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, സ്റ്റോക്കുകൾ നമ്മൾ എപ്പോഴും നോമിനിയായിട്ട് കൊടുത്തിട്ടുള്ള ആൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത്. ഇനി അവിടെ നോമിനി ഇല്ലാതെ ഇപ്പോ സ്റ്റോക്ക് മാർക്കറ്റിലെ അക്കൗണ്ടുകൾ തുടങ്ങാനായിട്ട് പറ്റില്ല. ഇല്ലാത്തതിന് അവര് ഹോൾഡ് ചെയ്യുന്ന തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നത് കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് അക്കൗണ്ടുകളിൽ എല്ലാവർക്കും നോമിനി ഉണ്ടാവും. അത് കുറെ കൂടെ ഈസി ആയിട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോളിയോകളിലും ബാങ്ക് അക്കൗണ്ടുകളിലും നോമിനി ഉണ്ട്, അത് കൃത്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇല്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനെ നേരിട്ടോ ഓൺലൈനായിട്ടോ സമീപിച്ച് നോമിനേഷൻ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളത് എന്തായാലും ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫാമിലിക്ക് പറ്റിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.